പഠിച്ച് ശരീരവും മെനക്കെടുത്തി ഇതിനുവേണ്ടി അതാണ് പറയുന്നത് വലിയ ഖലാസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു റസൂലിനെ വിശ്വസിച്ചതാകുന്ന വിശ്വാസികളോട് ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളിൽ അഞ്ചാമതായി എണ്ണിയതാകുന്ന പവിത്രമാക്കപ്പെട്ട ഹജ്ജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. കുറ്റമറ്റ രീതിക്ക് ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അവൻ ഉറപ്പായിട്ടും സ്വർഗ്ഗ പ്രതിഫലം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് കിട്ടാനാണല്ലോ നമ്മൾ ഈ ഓടുന്നത്. സ്വർഗ്ഗം കിട്ടട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശന അനുമതി നൽകുന്നതാർക്കാ? നല്ല റാഹത്തായിട്ട് ഹജ്ജ് ചെയ്യാൻ മനസ്സ് അതിലേക്ക് ഇളക്കി ചേർക്കണം, സമ്പത്ത് അതിനുവേണ്ടി ചെലവഴിക്കണം. പോകുന്ന സമയത്ത് തന്റെ കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, സമൂഹത്തെ, സമുദായത്തെ എല്ലാവരെയും കണ്ടു പൊരുത്തപ്പെടിക്കണം. ഹജ്ജിന് മുമ്പ് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പവറായി. കാരണം എന്താ? നീ പോയതാകുന്ന സ്ഥലങ്ങൾ അത്രയും മഹത്വമുള്ള സ്ഥലമാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്താണ് നീ പോയത്. കഅബാലയത്തിന്റെ പരിസരങ്ങളിൽ 18ഓളം സ്ഥലങ്ങളിൽ ഇജാബത്തിന്റെ പവിത്രമാകുന്ന സ്ഥലമാണ്. അതിൽ പെട്ടതാണ് പവിത്രമായ മുൽതസം. നീ നിർബന്ധമായും പിടിക്കേണ്ടതാകുന്ന സ്ഥലമാണത്. പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം. ഹജ്ജത്തുൽ വദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പോൾ വിടവാങ്ങൽ തവാഫ് കഴിഞ്ഞിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിലിലേക്ക് കൈ ചേർത്ത് വെച്ച് തന്റെ വയറും തന്റെ കവിളുകളും നെഞ്ചുമൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് ചേർത്ത് ഇടത് കൈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് എത്തിപ്പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും എനിക്കിവിടെ എത്തിച്ചേരണേ എന്നുള്ള ആഗ്രഹമാണ് ആ സമയത്ത് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതാകുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഖുർആൻ പരിശുദ്ധമായ കഅബയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസ്. എന്താണ് മസാബത്ത്? പോകുക, തിരിച്ചു വരിക, വീണ്ടും പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുക. ഇതാണ് മസാബത്ത്. ലോകത്ത് ഇന്ന് വരെ മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യന് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതാകുന്ന കാശ്മീരിന്റേതാകുന്ന പ്രബുദ്ധമായ വളരെ ശ്രേഷ്ഠമായിരുന്ന കാണാൻ കൗതുകമുള്ളതാകുന്ന മലനിരകളിൽപ്പെട്ട പഹൽഗാം എന്ന് പറയുന്ന ദേശം. ഒരുപാട് ആളുകൾ അവിടെ പോയിട്ടുള്ളതിന്റെ ഫോട്ടോകൾ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഒരു വട്ടം പോയവൻ പിന്നെ പോകില്ല എന്നല്ല, പോകാൻ തന്നെ ഇതുവരെ സാധിക്കാത്ത ആളുകളും ഇത്രയേറെ ശ്രേഷ്ഠമായ സ്ഥലങ്ങളും കാണാൻ കൗതുകമുള്ള സ്ഥലങ്ങളിൽ ഇതുവരെ എത്തിപ്പെടാൻ പോലും ആഗ്രഹമില്ലാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ കറുത്തതാകുന്ന കല്ലുകൾ കൊണ്ട് പണിതീർത്തതാകുന്ന പരിശുദ്ധമായ കഅബയുടെ മണ്ണിലേക്ക് പോകാൻ, ആ കഅബ നേർക്കുനേരെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കാത്ത മനുഷ്യനില്ല. പോയവൻ വീണ്ടും കൊതിക്കുകയാണ്. പോകുന്നവരെക്കാൾ കൊതി പോയവർക്കാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന. നിർഭയത്വത്തിന്റെ ഗേഹമായി, നിർഭയത്വത്തിന്റെ ഗേഹമായി പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്നുള്ള ചിന്ത നൽകുന്നതായ ശ്രേഷ്ഠമാക്കപ്പെട്ട മണ്ണായി പരിശുദ്ധമായ കഅബയെ അല്ലാഹു മാറ്റിയിരിക്കുന്നു. എല്ലാവർക്കും പോകാൻ വലിയ ആഗ്രഹമാണ്. എത്ര വട്ടം പോയാലും കൊതിയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. പോയവർക്കാണ് പോകാത്തവരെക്കാൾ താല്പര്യം. വളരെ രസം. ഒരു വട്ടം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അവിടെ പോകണം. ഉംറയ്ക്ക് വന്നിട്ടുണ്ടോ, ഹജ്ജിന് വന്നിട്ടുണ്ടോ ആളുകളൊക്കെ ചോദിച്ചു നോക്കും. അത് ഒരിക്കൽ കൂടി എനിക്ക് അവിടെ എത്താമെന്നുള്ള ആഗ്രഹം പറയാത്ത ഏത് മനുഷ്യനും എന്തുണ്ട്? ആ കഅബയുടെ കറുത്ത കല്ലിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ നിനക്ക് കൂലിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കഅബയുടെ പരിസരത്ത് 120 റഹ്മത്ത് സദാസമയം വർഷിച്ചുകൊണ്ടിരിക്കും. 60 റഹ്മത്ത് കഅബയെ തവാഫ് ചെയ്യുന്നവർക്ക്, വലയം ചെയ്യുന്നവർക്കാണ്. 40 റഹ്മത്ത് അതിന്റെ പരിസരത്ത് നിന്ന് നിസ്കരിക്കുന്നവർക്കാണ്. 20 റഹ്മത്ത് കഅബയിലേക്ക് നോക്കിയിരിക്കുന്നവർക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയാൽ പുണ്യം കിട്ടുന്നതാകുന്ന വസ്തുക്കൾ നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖകമലം പോലെ, പരിശുദ്ധമായ ഖുർആനിന്റേതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട എഴുത്തുകൾ പോലെ ആ ഖുർആനിന്റെ കർത്തരിയിലേക്ക് വന്ന് നോക്കിയിരുന്നാൽ നിനക്ക് കൂലി. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, പരിശുദ്ധമായ കഅബയാണ്. കഅബയുടെ കറുത്ത ചില്ലയിലേക്ക് നോക്കിയിരുന്നാൽ പോലും 20 റഹ്മത്ത് നിനക്ക് രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ സഹോദരങ്ങളാണ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഹജ്ജിന് നിയ്യത്ത് വെക്കണം. ഈ വർഷം സാധിക്കാത്ത ആളുകൾ
അടുത്ത വർഷമെങ്കിലും ഒന്ന് പോകണമെന്ന് കരുതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷം ചെറിയ പ്രശ്നങ്ങൾ പലർക്കും നേരിട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 42,000-ഓളം ആളുകൾക്ക് പ്രൈവറ്റായി പോകുന്നവർക്ക് തടയപ്പെട്ടിരിക്കുകയാണ്. വിസ തടയപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു എല്ലാ തടസ്സങ്ങളും മാറ്റി പോകാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു നസീബാക്കുമാറാകട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഇന്നറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മധുരവിനും പറഞ്ഞില്ലെങ്കിൽ ഈ വർഷത്തെ യാത്ര പോകണം. അത്രയും ആളുകൾ, ഒരുപാട് ആളുകൾ ത്യാഗം ചെയ്ത്. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഉംറ പോലെയല്ല. അടുത്ത കൊല്ലമേ ഹജ്ജിന് സാധിക്കുള്ളൂ. അടുത്ത കൊല്ലം ജീവിച്ചിരിക്കട്ടെ. എത്രയോ പ്രായമുള്ള ആളുകൾ നമ്മൾ കേരളത്തിലെ അവസ്ഥ ഇന്തോനേഷ്യക്കാരെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലൊക്കെ പെണ്ണ് കെട്ടണമെങ്കിൽ ഉംറ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഉംറ ചെയ്താണെന്ന് വയ്ക്കും. മാത്രമേ ഉള്ളൂ സൗകര്യത്തില്ല. നീ മാറിയിട്ടോ ഏതെങ്കിലും കയറിച്ചോ. കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ ആണിനും പെണ്ണിനും എന്ത് നിബന്ധനയാണ് ഇന്തോനേഷ്യയിലൊക്കെ ഒരു ഉംറയൊക്കെ ചെയ്യണം. അതുകൊണ്ട് എന്താ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാം ഇന്തോനേഷ്യക്കാരായ ആളുകളുടെ വലിയ ഊഹം എപ്പോഴും ഉണ്ടാവും. സദാസമയം തവാഫിന്റെ മത്താഫിന്റെ വേളയിലും അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട സഭാപുരയിലും ഒക്കെ ഇങ്ങനെ സഹായം ചെയ്തുകൊണ്ട് ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ നാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. കാരണം അവരുടെ നിബന്ധനയിൽപ്പെടുന്ന വിവാദം നടത്തണമെങ്കിൽ എന്ത് വേണം? ഉംറ ചെയ്യണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ നിബന്ധന വെച്ചാൽ അങ്ങനെയാണെങ്കിൽ റേറ്റ് മൊത്തം അവിടെ കൂടി പഠിച്ചിരിക്കും. വേണമെങ്കിൽ വേണമല്ലോ. അങ്ങനെ വന്നാലും നമ്മളൊക്കെ പഠിക്കും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുന്ന വിവാഹം നടന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യും. ആ രീതിയിലുള്ള അവസ്ഥയിൽ സമൂഹം മാറി. കാപ്പുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങൾ നിയമ നടപടികളൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി നമ്മൾ കരുതണം. കാരണം കാബ നിസാരമല്ല. ആ കാബയിലേക്ക് തിരിച്ചിട്ടാണ് നാളെ മരിക്കുന്ന സമയത്ത് നമ്മളെ കടത്തുക. നമ്മുടെ 5 പേർ തിരിച്ചസ്കരിക്കുന്നത് അവിടേക്കാണ്. ലോകത്തെ ഏത് ഭാഗത്ത് നീ സഞ്ചരിച്ചാലും നിന്റെ കാബ പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൽ ഐനുൽ ഖിബിലയാണ്. കറക്റ്റായിട്ട് ഖിബിലയാണ്. ഹനഫി മദ്ഹബിൽ ചിലത്തിൽ ഖിബില മതി. നമുക്ക് കറക്റ്റാക്കണം. ഖിബില കറക്റ്റാക്കണം. ഒരക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ നിസ്കരിക്കുമ്പോൾ ഖിബില തെറ്റിയിട്ടുള്ള നിസ്കാരമായതുകൊണ്ട് തന്നെ സമയത്ത് നിസ്കരിച്ചാൽ പോലും ആ നിസ്കാരത്തെ ഖളാ വീട്ടണമെന്ന് ഇമാമികൾ പറയാനുള്ള കാരണം ഖിബില വളരെ കണിശമാണ്. സുഖമില്ലാത്ത മനുഷ്യനെ കടത്തുന്നത് കൊണ്ടാണ്. കാബയിലേക്ക് തിരിച്ചിറക്കാൻ വലതുഭാഗം തിരിച്ചിറക്കുമോ അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ കാല് അവിടെ നിങ്ങളെ കടത്തിയിട്ട് തല അല്പം ഉയർത്തി വെക്കും. കാബയുടെ ഭാഗത്തേക്ക് കാല് കിബിയുടെ ഭാഗത്തല്ല, തല അല്പം ഉയർത്തി വെക്കും. മരിച്ചു കഴിഞ്ഞാലോ തന്നെ പരിശുദ്ധമായ കാബയിലേക്ക് തിരിച്ചിട്ടാണ്. ഖബറിൽ അടക്കുമ്പോഴും അങ്ങനെയാണ് കബയിലേക്ക് തിരിച്ചിട്ടാണ്. കാണാം ഖബർ പൊളിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഭാഗത്ത് കാണാം. ഒരാളുടെ ഖബർ പൊളിക്കൽ നിർബന്ധമാണ്. ഒരാളുടേതാകുന്ന ഒരു സ്വത്ത് അയാളുടെ പോക്കറ്റിൽ നിന്ന് വീണുപോയി. ഒരു പേഴ്സ് വേണ്ടി വിലപ്പെട്ടതാണ്. കുറെ കാര്യങ്ങൾ അതിനുണ്ട് എന്ന് ഒരാൾ പറയാ. എന്റെ അതിന് വീണെന്ന് പറഞ്ഞാൽ ഖബർ പൊളിക്കൽ നിർബന്ധമാണ്. 10 രൂപ കൊടുത്തിട്ട് ഖബർ പൊളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വിലപ്പെട്ട ഇതിന് കനപ്പെട്ട ഒരു പേഴ്സാണ് പോയതെങ്കിൽ അതിനുവേണ്ടി പൊളിക്കാം. രണ്ടാമത് ഓപ്പൺ ചെയ്യാം. പിന്നെയും പറയുന്ന വിഷയത്തിൽപ്പെട്ടതാണ് കിബിലയിലേക്ക് അല്ല കടത്തിയിട്ടുള്ളത്. അയാളെ തിരിച്ചാണ് കടത്തി. അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നാൽ, അങ്ങനെ ഉറപ്പ് കിട്ടിയാൽ ഖബർ പൊളിക്കൽ നിർബന്ധം. ഖബർ പൊളിച്ചിട്ട് അയാളെ തിരിച്ച് കിബിലയിലേക്ക് സുഖമില്ലാതെ എപ്പോഴും ഇത് തന്നെയാണ്. ആ കാബിലേക്ക് തിരിഞ്ഞിട്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. നമ്മുടെ പണിയുടെ ബാത്റൂം നോക്കും, വീടുകളുടെ ബാത്റൂം നോക്കും, ഒക്കെ തെക്ക് വടക്കെ ഇരിക്കും നമ്മുടെ നാട്ടിൽ. കാരണം എന്താ? പടിഞ്ഞാറ് എന്താ ഉള്ളത്? നമ്മുടെ നാട്ടിൽ കാബയാണ്. വളരെ ശ്രദ്ധിക്കണം. അങ്ങോട്ട് തിരിച്ച് വാശവും പോലെ വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബാത്റൂം ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരല്പം ചെരുവിടണം. ഒരിക്കലും അങ്ങോട്ട് മുന്തിരിക്കാൻ പാടില്ല, പിന്തിരിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അദബാണ്, ബഹുമാനമാണ്. അത്രയേറെ ബഹുമാനം. എന്തുകൊണ്ട്? നിനക്ക് സന്മാർഗത്തിന്റെ വ്യക്തി കിട്ടുന്നത് അവിടെ നിന്നാണ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മുത്തലിമീങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മുത്തലിമീങ്ങൾ അല്ലാത്തവരും ശ്രദ്ധിക്കണം. കിബിലയ്ക്ക് അഭിമുഖമായിട്ടിരിക്കണം. ഒന്നിടത്ത് കിബിലയ്ക്ക് അഭിമുഖമായി. ഖുർആൻ ഓതുമ്പോൾ കിബിലയ്ക്ക് അഭിമുഖമായിരിക്കണം. കഅബയിലേക്ക് കാല് നീട്ടി ഇരിക്കാൻ പാടില്ല. അതൊക്കെ കേടാണ്. വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ പണിയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഅബയിലേക്ക് തിരിഞ്ഞിട്ട് കാല് നീട്ടിയിരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഇത്രയേറെ ശ്രദ്ധിക്കുന്നതാകുന്ന കഅബയാണ് കാണാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട സഹോദരങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ പള്ളിയുടെ അകത്തരത്തിൽ ചുമയ്ക്ക് വേണ്ടി വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ഉമ്മീങ്ങളെയും സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലെത്തി
പവിത്രമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ വർഷം ഞങ്ങൾ നിന്ന് യാത്ര തിരിക്കുന്നതായ മഹല്ലുകളുണ്ട്, പരിസര മഹല്ലുകളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുണ്യമായ ഏകം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ചവരുണ്ട്. എല്ലാവരുടെയും യാത്ര നീ എളുപ്പമാക്കണേ അല്ലാഹ്. മഖബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറയ്ക്കും മർദിയായ സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അത് പവിത്രമായ സ്വർഗ്ഗമാണ്. ഞങ്ങളെ എല്ലാവരെയും സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മടിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ എപ്പോഴും അതിനോട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ എപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ് താ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അതിനുതകുന്ന മജ്‌ലിസായി നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും കാത്ത് ഒരുങ്ങിയിരുന്ന ദിവസമാണ്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും ഇന്നും 3 മണിക്ക് ആരംഭിക്കുകയാണ്. ആറ്റിങ്ങൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ തുടങ്ങി മാമത്ത് അവസാനിച്ച് അവിടെ വെച്ചുകൊണ്ട് പ്രതിഷേധ സമ്മേളനം ഉണ്ടാവും. അതുകൊണ്ട് 3 മണി സമയമാകുമ്പോൾ എല്ലാവരും അവിടെ എത്തിച്ചേരും. നമ്മുടെ പള്ളിയുടെ മുന്നിൽ തന്നെ 2 ബസ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് അംഗങ്ങളൊക്കെ ആവശ്യത്തിന് ശ്രദ്ധാലുക്കളാകണം. വണ്ടിയൊന്നും വേണ്ട ആവശ്യമില്ല. ആറ്റിങ്ങൽ വലിയ ദൂരമൊക്കെ നമുക്ക് ബൈക്കിലൊക്കെ പോകുന്ന ആളുകൾ റാഹത്തായിട്ട് ആ ബസ്സിനെ കൊണ്ട് പോയാൽ സൗകര്യം പോലെ ഭാഗമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റാലി ഭാഗമാക്കാവുന്നവർ ഇവിടെ നേരെ ബസ്സിനൊക്കെ കയറി, അല്ലാത്ത ബസ്സിനൊക്കെ കയറിയാലും ആറ്റിങ്ങൽ നേരെ എത്തിയ റാഹത്തായിട്ട് നിന്നാൽ മതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരാൻ സൗകര്യമാണ്. അതുകൊണ്ട് എല്ലാവരും മുഴുവൻ കഴിയുള്ളൂ, ഒരാളും ഇതിന് ഒഴിയാൻ പാടില്ല. എല്ലാവരും ഭാഗമാക്കണം. വിനീതനുണ്ടാവും. ആമുഖ ഭാഷ ഇത് തന്നെയാണ്. അവിടെ എല്ലാവരും അതിന് ഭാഗമാക്കണം. അല്ലാഹു നമ്മുടെ കൂട്ടായ്മയും ഈ ഐക്യവും ഈ സ്നേഹവും നിലനിർത്തുമാറാവട്ടെ. സമുദായത്തിന്റെ വിഷയമാണ്, രാജ്യത്തിന്റെ വിഷയമാണ്, ഭരണഘടനയുടെ വിഷയമാണ്. അവിടെ എല്ലാവരും പരിപൂർണമായി ഇതിന് ഭാഗമാക്കണം. നിസ്സാരവൽക്കരിക്കരുത്. മുഴുവൻ ആളുകളും പ്രാതിനിധ്യം അതുകൊണ്ടാവണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ചാത്തമ്പ്ര നമ്മുടെ തൈക്കാവിന് വേണ്ടി പുനരുദ്ധാരണത്തിന് വേണ്ടി അബ്ദുൾ റഷീദ് 25,000 രൂപ സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു കബൂലാക്കട്ടെ. പുനരുദ്ധാരണത്തിന് വേണ്ടി വിശ്വാസ് മെഡിക്കൽസ് 5,000 രൂപ സംഭാവന അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മഞ്ചപ്പാക്കലിന്റെ പെരിയഹാളിന്റെ ഉദ്ഘാടനം അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മൾ നിയത്തി